Once again, welcome back to KC's Classes. KC's Classesൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് 2 മെയിൻ പേപ്പേഴ്സ്, 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ്, അങ്ങനെ 4 സബ്ജക്ട്സ് ആണ് 4 സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ദെൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് പ്രൊജക്റ്റിന് പകരം ഒരു അഡീഷണൽ തിയറി പേപ്പറും അവിടെ വരുന്നുണ്ട്. സോ ഈ 5 സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാം. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോസ്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ മാത്രമല്ല ഹൈ സ്കോറിലോട്ടൊക്കെ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ബിക്കോസ് ടഫസ്റ്റ് ആയിട്ടുള്ള പല സബ്ജക്റ്റുകളും നമുക്ക് 4 സെമസ്റ്ററിൽ പഠിക്കാനുണ്ട്. എസ്പെഷ്യലി 3rd സെമസ്റ്ററിൽ പഠിച്ച ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂവേഷൻ പാർട്ട് 2 നമുക്കിവിടെ പഠിക്കാനുണ്ട്. ആസ് യൂഷ്വൽ വളരെ ടഫായിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ്. നമ്മൾ 3rd കണ്ട അതേ രീതിയിലുള്ള കുറച്ചൊരു ടഫസ്റ്റ് പേപ്പർ തന്നെയാണ് ടാക്സ് ഇപ്രാവശ്യം വരാറ്. അല്ലെങ്കിൽ ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ ടാക്സ് പേപ്പർ കുറച്ച് ടഫായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസം നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാസ്സാകാനും അതുപോലെ തന്നെ ഹൈ മാർക്സിലോട്ടൊക്കെ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഓൾറെഡി ഞാൻ നല്ല സ്റ്റഡി പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, SI ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, പാർട്ട് B, പാർട്ട് A, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. MCOM 4 സെമസ്റ്ററിലെ 3 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ് നമ്പർ 1, നമ്പർ 2 ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, നമ്പർ 3 അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ 3 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ പേപ്പർ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. സോ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ. സോ ഈ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഡിഗ്രിക്ക് BCom BBA പഠിക്കുന്ന സമയത്ത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും, ടേംസുകളൊക്കെ അറിയുന്നതായിരിക്കും. മറ്റ് സ്പെഷ്യലൈസേഷൻ, ഫോർ എക്സാമ്പിൾ കോർപ്പറേഷനോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പഠിച്ചിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ MCOM ചെയ്യുന്നതെങ്കിൽ അവർക്കിതൊരു പുതിയ പേപ്പർ തന്നെയാണ്. ദെൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച കുട്ടികളാണെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൻ്റെ ടെക്നിക്കൽ ടേംസ്, ആക്ച്വൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഇത് എന്താണ് സംഭവം എന്നുള്ളത് അറിയാണ്ടാണ് മെജോറിറ്റി കുട്ടികൾ ബൈ ഹാർട്ടൊക്കെ പഠിച്ചിട്ടാണ് ഇത് പോയി എഴുതാറ്. ആ രീതിയിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളിത് എന്താ സംഭവം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ ഏറ്റവും ക്രൂഷ്യലാണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ബേസിക്സ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള ആ ബേസിക്സിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്, അതാണ് പിന്നെ മറ്റു മൊഡ്യൂളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ മൊഡ്യൂൾ നമ്പർ 2ൽ ഫ്യൂച്ചറും ഫോർവേഡും ആണ് ആദ്യം പഠിക്കാനുള്ള സെക്കൻഡ് മൊഡ്യൂള്. ദെൻ മൊഡ്യൂൾ നമ്പർ 3 പോകുന്ന സമയത്ത് അവിടെ ഓപ്ഷൻ, ദെൻ ഓപ്ഷൻ്റെ പ്രൈസിങ് മൊഡ്യൂൾ നമ്പർ 4, ലാസ്റ്റ് മൊഡ്യൂൾ സ്വാപ്പ്. ഇങ്ങനെ 5 മൊഡ്യൂളായിട്ട് നമ്മുടെ എൻറ്റയർ സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
സോ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യമാണ്. നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ദെൻ ബുക്കിലാണെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ട്. 40% അതിൽ പ്രോബ്ലംസ് എന്നും 60% തിയറി എന്നാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ബട്ട് നമ്മൾ ഇതുവരെയായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒരുപാട് പഠിക്കാനുണ്ട്. മറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു സബ്ജക്റ്റിൽ MBAക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ നിന്ന് പ്രോബ്ലംസ് വരാറുള്ളതാണ്. ബട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവർ ഇതുവരെയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചിട്ടില്ല. നമ്മൾ BCom ഇൻകം ടാക്സ് ആൻഡ് GST സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ അതിലെ പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ബട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും ഡെറിവേറ്റീവ്സിൽ നമുക്ക് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ബട്ട് അതിൽ നിന്ന് ഇതുവരെയായിട്ട് പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിങ്ങോ HRMO പഠിക്കുന്ന പോലത്തെ ഒരു പേപ്പർ അല്ലാതെ കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യം പറയാനുള്ള. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കുട്ടികൾ ചോദിക്കുന്നതാണ്, 5 മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരാറുള്ള മൊഡ്യൂൾ, ഞങ്ങളുടെ ചങ്ക് മൊഡ്യൂൾ, മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇതൊക്കെ മൊഡ്യൂളിലോട്ടാണ്. ഇതിലെ ചങ്ക് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ നമ്പർ 1 ആണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാറുള്ള ഒരു മൊഡ്യൂൾ. മൊഡ്യൂൾ നമ്പർ 1ഉം 5ഉം തന്നെ നോക്കിയാൽ essay അവിടെ കിട്ടിക്കഴിഞ്ഞു. മൊഡ്യൂൾ നമ്പർ 2ലോട്ടും പോവാം. അപ്പോൾ ഈ ഒരു 3 മൊഡ്യൂൾ ഏറ്റവും മിനിമം പറയുകയാണെങ്കിൽ 1ഉം 5ഉം 2നെ കൂടി നമുക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 75% എബവ്, ചിലപ്പോൾ 80% വരെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു 3 മൊഡ്യൂൾസാണ്. 3 and 4 ഇല്ലെങ്കിലും അവിടെ നിങ്ങൾക്ക് പാസ്സാകണമെങ്കിൽ മൊഡ്യൂൾ നമ്പർ 1ഉം 2 അല്ലെങ്കിൽ 1ഉം 5ഉം പഠിച്ചാൽ തന്നെ നമുക്ക് പാസ്സാകാൻ സാധിക്കും. ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ 60 to 70% എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 3 മൊഡ്യൂൾസാണ് ചങ്ക് മൊഡ്യൂൾസ്. ദെൻ മൊഡ്യൂൾ നമ്പർ 3ഉം 4ലോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാതും കവർ ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, ദെൻ ഞാൻ ഈ പറഞ്ഞ പ്രയോറിറ്റി വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു ഗുണം എങ്ങനെ മൊഡ്യൂൾ നമ്പർ 1, 2, 5, 3, 4 ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം. ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് പറഞ്ഞത്. ഈ രീതിയിൽ പഠിക്കുക. ഈ രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും 1 by 1 ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് നോക്കാം. അതിൽ നമ്മുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്ന മൊഡ്യൂൾ നമ്പർ 1 തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഒരുപാടുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറ്. ചില പേപ്പറുകളിൽ നിന്ന് 2 essay വരെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരാറുണ്ട്. 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ മിനിമം 2 നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ നിന്നും 2 ചോദ്യങ്ങൾ മിനിമം വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നോക്കുകയാണെങ്കിൽ 10ഉം 20ഉം ഒരു 25 വെയിറ്റേജ് വരെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. 25 വെയിറ്റേജ് വരെ വരാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. പിന്നെ ഈ ഒരു മൊഡ്യൂൾ പഠിച്ചുള്ളൊരു മറ്റൊരു ഗുണം, ഇതിൽ നിന്നാണ് മറ്റു മൊഡ്യൂൾസിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെ മറ്റു മൊഡ്യൂളിലത്തെ ചോദ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഏത് ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാനും സാധിക്കും. ബേസിക് കൺസെപ്റ്റ് കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഇതാണ്. ഇതിൽ ആദ്യത്തെ ഏരിയ റിസ്കിനെ പറ്റിയിട്ടുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് essay ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ബിയിലത്തെ ചോദ്യങ്ങളും വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പറഞ്ഞ ഏരിയാസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. മൊഡ്യൂൾ നമ്പർ 1ൽ ഞാൻ പറയുന്നത് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അവരെ മാറി മാറി ഇടുന്ന ചോദ്യങ്ങളാണിത്. സോ ഇതിലാദ്യം തന്നെ റിസ്ക് എന്താണെന്നുള്ളത് പഠിക്കണം, റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കണം. ദെൻ ഇതിൽ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ നീഡ് 5 വെയിറ്റേജിൻ്റെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് 5 വെയിറ്റേജിൻ്റെ വന്നിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ നീഡ്, ഇമ്പോർട്ടൻസ്, ദെൻ പ്രോസസ്സ്, സ്റ്റെപ്സ് പാർട്ട് ബിയിൽ വന്നിട്ടുള്ളതാണ്. റിപ്പീറ്റ് ചോദ്യമാണ്, എന്തായാലും പഠിച്ചിരിക്കണം. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. ദെൻ essayക്ക് ചോദിക്കുന്നത് ഈ രീതിയിലാണ്. ഡിഫൈൻ റിസ്ക് മാനേജ്മെൻറ്റ്, വാരിയസ് റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ.
നമുക്ക് എസ്സേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ നീഡും സിഗ്നിഫിക്കൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഈ പറയുന്ന പ്രോസസ്സ് പാർട്ട് ബിയിലത്തെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. വാരിയസ് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ എസ്ഐക്ക് ചോദിച്ചിട്ടുണ്ട്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എസ്ഐക്ക് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈസിയുമാണ് സ്കോർ ചെയ്യാൻ. ഓക്കെ, ദെൻ അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം കഴിഞ്ഞ പേപ്പറിൽ തന്നെ, റിസ്ക് എന്താണ്, ഹൗ റിസ്ക് ബിക്കം എ ബേർഡൻ ടു സൊസൈറ്റി. അതൊരു എന്താണ് ഈസി ടോപ്പിക്കാണ്. വേണമെങ്കിൽ ഡിറക്റ്റ് ചോദ്യം എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. എന്നാലും റിസ്ക് എന്താണ്, ഹൗ റിസ്ക് ബിക്കം എ ബേർഡൻ ടു സൊസൈറ്റി എന്നുള്ളത് നമുക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു എസ്ഐ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അത് മാത്രമല്ല റിസ്കിലെ പല ടൈപ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് 2 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കാം. അതിൽ മാർക്കറ്റ് റിസ്ക് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, എന്താണ് മാർക്കറ്റ് റിസ്ക്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ മാർക്കറ്റ് റിസ്കിൻ്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള റിസ്ക് നമുക്ക് കാണാൻ സാധിക്കും, അത് നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ റിസ്കിനെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. എസ് എ, പാർട്ട് ബി, പാർട്ട് എ, 3 ഏരിയയിലും നമുക്ക് ഈ ഒരു റിസ്ക് മാനേജ്മെന്റ്, റിസ്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈസി, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. മൂവിങ് ടു, ഇനിയാണ് നമ്മൾ ഡെറിവേറ്റീവ്സിലോട്ട് വരുന്നത്. സോ ഇതിലാദ്യം തന്നെ ഡെറിവേറ്റീവ്സ് എന്താണ്, 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ്, പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. ദെൻ പിന്നെ ഇവല്യൂഷൻ ഓഫ് പാർട്ട് ബിയിൽ മാത്രമല്ല എസ്സിക്കും ചോദിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്സും ക്യാരക്ടറിസ്റ്റിക്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്സേയും വന്നിട്ടുള്ളതാണ് ഒരു വർഷത്തെ പേപ്പറിൽ. ദെൻ അതിൻ്റെ ഇവല്യൂഷൻ നമുക്ക് എന്താണ് ഒരു ടോപ്പിക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കും. എസ്സേക്ക് ഒരു പ്രാവശ്യം പേപ്പറിൽ ഇട്ടുള്ളതാണ്. ബട്ട് അങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഡെറിവേറ്റീവ്സിൻ്റെ എന്താണ് ഇവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നാൽ അതൊരു കഥ പോലെ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ പോയിന്റ് വൈസ് അല്ല, ഒരു ഇങ്ങനെ കുറേ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്താലും മറ്റ് ടോപ്പിക്കുകൾ പ്രസൻറ്റ് ചെയ്യണ പോലെ നമുക്കൊരു സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 4 എസ്സേയിൽ 2 എങ്ങനെയും കിട്ടും. അപ്പോൾ ഇവല്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ എഴുതാം. അതല്ലെങ്കിൽ മറ്റു ടോപ്പിക്കിലോട്ട് പോവുക. എപ്പോഴും എസ്സേ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകൾ ഓപ്റ്റ് ചെയ്യാം. സ്കോർ ചെയ്യാൻ കുറച്ചുകൂടിയും ഹെൽപ്ഫുൾ ആവുന്നത് അങ്ങനത്തെ ടോപ്പിക്കുകളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനും പിന്നെ ഒരു 10 പോയിന്റുകൾ എഴുതാനുണ്ടെങ്കിൽ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു കൺക്ലൂഷൻ കൊടുക്കാനും പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങൾ. ഇപ്പോൾ റിസ്കിൻ്റെ പറഞ്ഞില്ലേ, അതൊക്കെ ഈ പറഞ്ഞ ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു കണ്ടായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ എഴുതിയാലും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു കേട്ടോ. ദെൻ ഞാൻ പറഞ്ഞു അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്സേ വന്നിട്ടുണ്ട്. ഈ ടൈപ്സിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് വരും മൊഡ്യൂൾസിൽ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. എസ്സേക്ക് വന്നിട്ടുള്ളതാണ് ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ അതിനുശേഷം നമുക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് അതുപോലെ തന്നെ OTC 2 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ OTC എന്താണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിൻ്റെ മെറിറ്റ്സ് നമുക്ക് പാർട്ട് ബിയിൽ 3 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അത് ഇപ്പം തന്നെ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. OTC എന്താണ്, 2 വെയിറ്റേജ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് എന്താണ്, അതും 2 വെയിറ്റേജ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിൻ്റെ മെറിറ്റ്സ് നമുക്ക് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുണ്ട്, എന്തായാലും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് 2 മാർക്സിൻ്റെ 2 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ദെൻ അതിനുശേഷം ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് 2 വെയിറ്റേജിൻ്റെ ചോദ്യമാണ്.
ദെൻ പാർട്ട് ബിയിൽ നമുക്ക് ഇക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് നമുക്ക് ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് എന്താണ് എന്നുള്ളത് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പാർട്ട് ബിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറി മാറി വരുന്നതാണ്. ഇക്കണോമിക് ഫങ്ഷൻസ് നോക്കിയിരിക്കണം, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ നോക്കിയിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ്? 2 വെയിറ്റേജിൻ്റെ ചോദ്യം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്? നിർബന്ധമായി നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ അതിനുശേഷം മേജർ പ്ലേയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. പാർട്ട് ബിയിൽ ഈ ഒരു ചോദ്യം 3 വെയിറ്റേജിൻ്റെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഈ മേജർ പ്ലേയേഴ്സിലെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ പറ്റിയിട്ട് 2 വെയിറ്റേജിലും വരാറുണ്ട്. പാർട്ട് ബിയിൽ 3 വെയിറ്റേജിലും വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ജേഴ്സ് ആരാണ്, അല്ലെങ്കിൽ ഹെഡ്ജിങ് എന്താണെന്നുള്ളത് എടുത്ത് ചോദിക്കും. ദെൻ സ്പെക്കുലേറ്റേഴ്സ് ആരാണ്, സ്പെക്കുലേഷൻ എന്താണെന്ന് ചോദിക്കും. സ്പെക്കുലേറ്ററുടെ ഫങ്ഷൻസ് പാർട്ട് ബിയിൽ 2 വർഷം മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. സ്പെക്കുലേറ്റേഴ്സ് ആരാണ്? ഹൂ ഈസ് എ സ്പെക്കുലേറ്റർ? ഫങ്ഷൻസ് ഓഫ് സ്പെക്കുലേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഫങ്ഷൻസ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. ആർബിട്രേജേഴ്സ് ആരാണ്, സ്പ്രെഡേഴ്സ് ആരാണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേജർ പ്ലേയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാ? സ്പെക്കുലേഷൻ, ഹെഡ്ജിങ് അല്ലെങ്കിൽ ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, സ്പ്രെഡേഴ്സ്. ഇതിലേതെങ്കിലും ഒരാളെ പറ്റിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ടിവിറ്റി ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 വെയിറ്റേജിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡെറിവേറ്റീവിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈങ് അസെറ്റ് ആണ്. അപ്പോൾ ഡിഫൈൻ അണ്ടർലൈൻ അല്ലെങ്കിൽ എന്താണ് അണ്ടർലൈങ് അസെറ്റ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ. ദെൻ ഈ പറഞ്ഞ ടൈപ്സിലെ ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഇല്ലേ ഡെറിവേറ്റീവിലെ? നമ്പർ 1 ഫോർവേഡ്, നമ്പർ 2 ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്. ഇത് 4ഉം പഠിച്ചിരിക്കണം കേട്ടോ. ഇത് 4ഉം സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. ഇത് വരും ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ള തന്നെയാണ്. ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ടോപ്പിക്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. പാർട്ട് ബിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ റിപ്പീറ്റാണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് നോക്കി വയ്ക്കുക. നമുക്ക് പാർട്ട് ബിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിൻ്റെ മെറിറ്റ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, മറക്കരുത്. അതെന്തെങ്കിലും പഠിച്ചു വയ്ക്കണം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിൻ്റെ പറ്റിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് SCQ ആണ്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ദി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. നമുക്ക് SAQ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഒരു വർഷത്തെ പേപ്പറിൽ. നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൽ സെബിയുടെ കോൺട്രിബ്യൂഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ പാർട്ട് ബിയിൽ ആ ഒരു ചോദ്യം കൂടിയും വന്നിട്ടുണ്ട്. മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. പാർട്ട് ബിയിൽ 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റോൾ ഓഫ് സെബി ഇൻ പ്രൊട്ടക്ടിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് ബിയിൽ 3 വെയിറ്റേജിലും വന്നിട്ടുണ്ട്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SAQയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് മെജോറിറ്റി ഈ ഒരു മൊഡ്യൂളത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. പിന്നെ പറയാൻ വിട്ട ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? ലീപ്സ് എന്താണ്? മറ്റൊരു ചോദ്യം കേട്ടോ. 2 വെയിറ്റേജിൻ്റെ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ലീപ്സ് എന്താണ്? LEAPS ലീപ്സ് എന്താണെന്നുള്ളത് നിർബന്ധമായി നോക്കിയിരിക്കണം. റിപ്പീറ്റാണ്. പിന്നെ ഡെറിവേറ്റീവ്സിൽ തന്നെ ഡെറിവേറ്റീവ് എന്താണ്? പല തരത്തിലുള്ള ഡെറിവേറ്റീവ്സിൽ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്, വെതർ ഡെറിവേറ്റീവ്, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയിരുന്നുണ്ട്. ഡെറിവേറ്റീവ്സിൽ ഏതെങ്കിലും എന്താണ് വെതർ ഡെറിവേറ്റീവ്, ക്രെഡിറ്റ് ഡെറിവേറ്റീവ് ഇതൊക്കെ 2 വെയിറ്റേജിൽ വരാറുണ്ട്. പിന്നെ ഹെഡ്ജിങ് നോക്കിയിരിക്കണം. ഹെഡ്ജിങ് റിസ്ക് എന്ന് പറയണത് നോക്കിയിരിക്കണം.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളുള്ള. ഈ ഒരു മൊഡ്യൂൾ പക്കയായിട്ട് പഠിച്ചാൽ അവിടെ എന്താണ് പാസ് മാർക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 2 essay വരെ വരാറുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ പാസ് മാർക്കിൻ്റെ അടുത്ത് അവിടെ എത്തിക്കഴിഞ്ഞു, അതിനായിട്ടും കൂടുതൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യങ്ങളും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ നേരത്തെ വിട്ടുപോയതാണ് എന്ത് ഡെറിവേറ്റീവ്, അതിൽ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്, വെതർ ഡെറിവേറ്റീവ്, പിന്നെ അണ്ടർലൈങ് അസറ്റ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ്. പിന്നെ സ്വാപ്പ്, ഓപ്ഷൻ, പിന്നെ ഫോർവേഡ്, ഫ്യൂച്ചർ, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഈ ഓപ്ഷനിൽ തന്നെയുള്ള പലതരത്തിലുള്ള വരും, അത് നമുക്ക് വരും ചാപ്റ്ററുകളുണ്ട്. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, ഡബിൾ ഓപ്ഷൻ, ഇതൊക്കെ വരാറുള്ളതാണ്. ഇനി നമുക്ക് മൊഡ്യൂൾ നമ്പർ 2 പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് മെയിൻ മൊഡ്യൂൾ, ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഇനി നമ്മൾ പലതരത്തിലുള്ള ഡെറിവേറ്റീവ്സ് പഠിച്ചു മൊഡ്യൂൾ നമ്പർ 1. അതിൻ്റെ എക്സ്പാൻഷനാണ് ഇനി വരും ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളത്. അതിൽ ഫോർവേഡ്സ് എന്താണ്, ഫ്യൂച്ചേഴ്സ് എന്താണ്, നിർബന്ധമായും ഇതെന്താണെന്ന് പഠിച്ചിരിക്കണം. ഫോർവേഡ് എന്താണ്, 2 വെയിറ്റേജ് വരാറുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിരിക്കണം. ദെൻ അതിൽ ടേംസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അണ്ടർലൈങ് അസറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 2 വെയിറ്റേജ് വരാറുണ്ട്. ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ 2 വെയിറ്റേജ് വരാറുണ്ട്. സ്പോട്ട് പ്രൈസ് 2 വെയിറ്റേജ് നിർബന്ധമായും പഠിച്ചിരിക്കണം. കോൺട്രാക്ട് പ്രൈസ് 2 വെയിറ്റേജ് നിർബന്ധമായും പഠിച്ചിരിക്കണം. സ്പോട്ട് പ്രൈസ് 2 വെയിറ്റേജ് നിർബന്ധമായും പഠിച്ചിരിക്കണം. സ്ട്രൈക്ക് പ്രൈസ് പഠിക്കണം. എക്സ്പിറേഷൻ ഡേറ്റ് പഠിക്കണം. ഓപ്ഷൻ പ്രീമിയം പഠിക്കണം. ഓപ്ഷൻ പ്രീമിയം ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന എല്ലാവരും ഇതിലുള്ളതാണ്. എക്സ്പിറേഷൻ ഡേറ്റ്, പിന്നെ സ്പോട്ട് പ്രൈസ്, ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ, ഇതൊക്കെ നോക്കിയിരിക്കണം. 2 വെയിറ്റേജിൻ്റെ എപ്പോഴും റിപ്പീറ്റായിട്ട് ടേംസ് യൂസ്ഡ് ഇൻ ഫോർവേഡ്സിലെ ഏതെങ്കിലും 2 എണ്ണം വരെ, മിനിമം ഒരെണ്ണം വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ നിർബന്ധമായും പഠിക്കണം എന്താണ്. ദെൻ റിപ്പീറ്റ് ആയിട്ട് മിക്ക പേപ്പറുകളിലും കാണാറ് ഫ്യൂച്ചർ വേഴ്സസ് ഫോർവേഡ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്ട്. ഇത് ഒരു 2 വർഷത്തെ പേപ്പർ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. രണ്ടിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഡിഫറൻസ് എഴുതാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഫോർവേഡിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും പഠിക്കണം. അതിൻ്റെ എന്താണ് ഡിഫറൻസ്, ഏറ്റവും കൂടുതൽ പേപ്പറുകളിൽ കണ്ടുവരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ ട്രേഡിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കാണാൻ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഉള്ള 1-2 ചോദ്യങ്ങളിലോട്ട് പോവാണ്. ഇതിൽ ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ഇൻഡയറക്റ്റ് മോഡിൽ വരാറുള്ളതാണ്. ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. എക്സ്പ്ലെയിൻ. ഡിറക്റ്റ് അല്ല, വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ മറ്റേ സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലല്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള ആ കൺസെപ്റ്റാണ് നിങ്ങളിതിൽ കൂട്ടിച്ചേർത്ത് എഴുതേണ്ടത്. പിന്നെ മറ്റൊരു ചോദ്യം എന്താണ്, ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് വന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച്. ദെൻ പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ ഈ പറയുന്ന ഫ്യൂച്ചർ, പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്ത് ഡെയിലി സെറ്റിൽമെൻറ്റ് എന്താണ്, 2 വെയിറ്റേജ് കേട്ടോ. റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്, ക്ലിയറിംഗ് ഹൗസ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജ്. ഫോർവേഡും ഫ്യൂച്ചറും നിർബന്ധമായി നോക്കിയിരിക്കണം. ഓക്കെ, ഇനി ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മാർജിൻ സിസ്റ്റം എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിൻ സിസ്റ്റം നിർബന്ധമായും പഠിച്ചിരിക്കണം. മാർജിൻ സിസ്റ്റം എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിൻ സിസ്റ്റം. നമുക്കത് 3 വെയിറ്റേജിൻ്റെ ചോദ്യത്തിലാണ് കണ്ടുവന്നിട്ടുള്ളത്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഡെയിലി സെറ്റിൽമെൻറ്റ് 2 വെയിറ്റേജ് ചോദ്യം. ദെൻ ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ് നോക്കാം. അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് നമുക്ക് 2 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൽ ഇൻഡെക്സ് ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ മുമ്പത്തെ പേപ്പറിൽ കറൻസി ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മോഡിറ്റി ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, കറൻസി, സ്റ്റോക്ക്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഡെക്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, മിക്ക പേപ്പറിലുള്ളതാണ്. ഇനി നെക്സ്റ്റ് പ്രൈസിങ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്.
ഈ ഒരു ടോപ്പിക്കും വന്നിട്ടുള്ളതാണ്. ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഇൻ ഫ്യൂച്ചർ ട്രേഡിംഗ് SAക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നതാണ്. എന്താണ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഇൻ ഫ്യൂച്ചർ ട്രേഡിംഗ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നോക്കി വയ്ക്കുക. ദെൻ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ തിയറീസ് അല്ലെങ്കിൽ മോഡൽസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ, എക്സ്പെക്റ്റേഷൻ മോഡൽ, അങ്ങനെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ, അങ്ങനെ മോഡൽസും അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഇതിൽ നിന്ന് ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രോബ്ലം പോലും ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റിലോട്ടാണ് മെയിനായിട്ട് എന്താണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ള ഏരിയാസ് നോക്കിയിട്ട് സമയം കളയേണ്ട. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഇൻ ഫ്യൂച്ചർ ട്രേഡിംഗ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അത് നോക്കാം. ദെൻ കറൻസി ഫ്യൂച്ചർ എന്താണ്, ഹൗ കറൻസി ഫ്യൂച്ചേഴ്സ് ആർ പ്രൈസ്ഡ് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളതാണ്. കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ്, ഹൗ കറൻസി ഫ്യൂച്ചേഴ്സ് ആർ പ്രൈസ്ഡ്, പ്രൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ എന്താണ് ഫ്യൂച്ചേഴ്സ്, എങ്ങനെയാണ് ഈ പറയുന്ന ഫ്യൂച്ചേഴ്സ് ഹെഡ്ജ് ചെയ്യുക. ദെൻ ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച്. ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട്, പിന്നെ ഫ്യൂച്ചറും ഫോർവേഡും നമ്മളുടെ ഡിഫറൻസ്. സോ ഈ ചോദ്യങ്ങൾ ഈ ഏരിയാസിലോട്ട് കടക്കുക. അതിൻ്റെ ഇടയിൽ വരുന്ന ആ പ്രോബ്ലംസും മറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഫ്യൂച്ചേഴ്സ്, നീഡ്, അതിൻ്റെ നീഡ് ഫോർ ഹെഡ്ജിങ്, ആ കാര്യങ്ങൾ. ദെൻ പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചേഴ്സ്, ഈ ചോദ്യങ്ങൾ. ദെൻ ടൈപ്സ് ഓഫ് ഹെഡ്ജിങ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള. ഇത് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്, നിർബന്ധമായി നോക്കിയിരിക്കണം. അതിൻ്റെ ഇടയിലുള്ള മറ്റ് കാര്യങ്ങൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. അതിനുശേഷവും നമുക്ക് ഒന്ന് രണ്ട് ഏരിയാസൊക്കെ കാണാൻ സാധിക്കും. അതും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. പ്രോബ്ലംസും മറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ താഴെ കാണാൻ സാധിക്കുന്നത് വന്നിട്ടില്ല. ഓക്കെ, ഇനി താഴെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ചോദ്യം, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ്. 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി മാത്രമാണ് വന്നിട്ടുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട്. അത് നോക്കി വയ്ക്കാം. ആ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട്. ദെൻ അതിന് ശേഷം എഗെയിൻ 2 വെയിറ്റേജ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു 2 വർഷത്തെ പേപ്പറിൽ വാല്യൂ അറ്റ് റിസ്ക് VAR എന്താണ് ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ മൊഡ്യൂൾ നോക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസിൻ്റെ ഏരിയാസും മറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ബട്ട് നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത് എന്തൊക്കെയാണ്, ബേസിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോർവേഡ് എന്താണ്, ഫ്യൂച്ചേഴ്സ് എന്താണ്, ദെൻ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഫോർവേഡിനെ പറ്റിയുള്ള ഒരു ഇൻഡയറക്റ്റ് ചോദ്യം അതൊരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഫോർവേഡ് കോൺട്രാക്ട് ആർ പാർട്ട് ഓഫ് എവരിഡേ ലൈഫ്. അതിൻ്റെ ബേസിക്സ് ആണ് നമ്മുടെ ഇത് എഴുതാൻ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ചോദിച്ചിട്ടുണ്ട്. പ്രോസസ് ഓഫ് ഹെഡ്ജിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനം കാണുന്ന ഏരിയാസിൽ നിന്നാണ് പിന്നെ ചോദിച്ചിട്ടുള്ള പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചേഴ്സ്, വാരിയസ് ഫാക്ടേഴ്സ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഇൻ ഫ്യൂച്ചർ ട്രേഡിംഗ്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ്, ഹൗ കറൻസി ഫ്യൂച്ചേഴ്സ് ആർ പ്രൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത്ര കാര്യങ്ങൾ ഈ ഏരിയാസിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ 2 വെയിറ്റേജിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്, പിന്നെ ടീമുകൾ ഞാൻ കുറേ പറഞ്ഞിട്ടായിരുന്നു, അതൊക്കെ നോക്കി വയ്ക്കുക. എക്സ്പിറേഷൻ ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് VAR എന്ന് പറയുന്നത് ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയാസൊക്കെയാണ് പെറുക്കി പഠിക്കേണ്ടത്. അതല്ലാത്ത ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2 നോക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും വരുന്ന ഏരിയാസ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ SAക്ക് ചോദിച്ചിട്ടുണ്ട് എങ്കിലും അത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യം SA ഇല്ല. അങ്ങനെയാണ് കമ്പൽസറി ആയിട്ട് ഇതിൽ നിന്ന് SA ഇട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിൽ ഇതിൽ നിന്ന് SA ഇട്ടുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ഈ പ്രാവശ്യം പേപ്പറിൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന SC ആണ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ്, ഹൗ കറൻസി ഫ്യൂച്ചേഴ്സ് ആർ പ്രൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം.
പിന്നെ 2021 പേപ്പറിലാണ് ഈ പറഞ്ഞ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഇൻ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2ൻ്റെ ഏകദേശം ഒരു രൂപരേഖയാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ഏരിയാസ് ഉണ്ടെങ്കിലും നിങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഇതൊക്കെയാണ്. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3 ആണ്. ഓപ്ഷനിലോട്ടാണ് പോകാനുള്ളത്. ഓപ്ഷൻ 2 മൊഡ്യൂളായിട്ടാണ് പഠിക്കാനുള്ളത്. ആദ്യം ഓപ്ഷൻസ്, പിന്നെ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പ്രൈസിങ് ഓഫ് ഓപ്ഷൻ. അപ്പോൾ ഈ 2 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് SCക്ക് വരാറുള്ളത് ഇടുന്നുണ്ടെങ്കിൽ പ്രൈസിങ് ഓഫ് ഓപ്ഷൻ ആ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. ഈ മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്നൊക്കെ 2 വെയിറ്റേജ് അങ്ങനത്തെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ 3 വെയിറ്റേജ് ചോദ്യങ്ങളൊക്കെയാണ് വരാറ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം 3യും 4ഉം പഠിച്ചാൽ മതി. 4ൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വരാറ്. 3 പഠിച്ചതിന് ശേഷമാണ് 4 പഠിക്കേണ്ടത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൽ പുട്ട് ഓപ്ഷൻ എന്താണ്, കോൾ ഓപ്ഷൻ എന്താണ്, റിപ്പീറ്റ് ചോദ്യമാണ്. ദെൻ ഓപ്ഷൻ പ്രീമിയം 2 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളുണ്ട്, അത് നോക്കി വയ്ക്കുക. ഫ്യൂച്ചറും ഓപ്ഷനും ഫോർവേഡും ഓപ്ഷനും ഒക്കെ കൂടുതൽ ഫ്യൂച്ചറും ഫോർവേഡും ആണ് കണ്ടുവരാറ്. മിക്ക പേപ്പറുകൾ നോക്കണ സമയത്ത് ഏറ്റവും കൂടുതൽ ആ ചോദ്യങ്ങളാണ് കണ്ടുവന്നിട്ടുള്ളത്. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നോക്കിയിരിക്കണം, അത് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ കോൺട്രാക്ട് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്. നിർബന്ധമായും നോക്കി വയ്ക്കുക. ഓപ്ഷൻ കോൺട്രാക്ട് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്. ഇനി നിങ്ങൾ ഇതിലെ ഏരിയസിലോട്ട് പോകുന്ന സമയത്ത് അതിൽ ഇപ്പോൾ ഒരുപാട് പിക്ചേഴ്സൊക്കെ വരച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് അതൊക്കെ വരുന്നത് വളരെ കുറവാണ്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളാണ് വരാറ്. ഓപ്ഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്സ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട് 3 വെയിറ്റേജിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് SCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് ആർ ഓപ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്. ഇതാണ് നമുക്ക് SCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നോക്കിയിരിക്കുക, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഓപ്ഷൻസ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ടേമുകൾ കാണാൻ സാധിക്കും. സ്ട്രിപ്പ്, സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ. ഇതിൽ ഒരു 3 വർഷത്തെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഈ സ്ട്രാഡിൽ ആൻഡ് സ്ട്രാങ്കിൾ ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം പാർട്ട് ബിയിൽ 2021 പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രാഡിൽ എന്താണ്, സ്ട്രാങ്കിൾ എന്താണ്, സ്ട്രിപ്പ് എന്താണെന്നൊക്കെ 2 വെയിറ്റേജിലും വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് മാത്രം പഠിക്കാം. ഷോർട്ട് സ്ട്രാഡിൽ ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെലാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അതല്ലാണ്ട് ഡെപ്തിൽ അതിൻ്റെ പിക്ചേഴ്സ് വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടുവന്നിട്ടില്ല. നിങ്ങൾ വെറുതെ സമയം കളയരുത്. നിങ്ങൾ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതൊന്നും എക്സാമിന് വന്നിട്ടില്ല ഇതുവരെ, അതാണ് പറയാനുള്ളത്. മെയിനായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ദെൻ പല തരത്തിലുള്ള ഓപ്ഷൻസിലെ ഏതെങ്കിലും 1ഓ 2ഓ ഒക്കെ നമുക്ക് 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. അപ്പോൾ മൊത്തം ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ, കണ്ടൻസ്, ടെക്നിക്കലായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് വരാറുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് SCക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ്, അത് ഒരു പ്രാവശ്യത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ തന്നെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ സ്ട്രാഡിൽ എന്താണ്, സ്ട്രാങ്കിൾ എന്താണ്, സെപ്പറേറ്റ് 2 വെയിറ്റേജ് ചോദിച്ചിട്ടുണ്ട്. സ്ട്രാഡിലും സ്ട്രാങ്കിളും നമ്മളുടെ ഡിഫറൻസ് 2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ കണ്ട് മറ്റ് ഏരിയാസ് ഇതിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇതിൽ ഏരിയാസ് ഉണ്ട്, ബട്ട് അതിൽ നിന്നൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഏരിയാസ് ഞാൻ ഈ പറഞ്ഞതാണ്. അത് മാത്രം കൂടുതൽ നോക്കി പോവാം. ടൈപ്സിൽ ഏതെങ്കിലുമൊക്കെ 2 വെയിറ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 3 കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇതുവരെ കണ്ടതിൻ്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി മൊഡ്യൂൾ നമ്പർ 4 ആണ് പ്രൈസിങ് ഓഫ് ഓപ്ഷൻ. ഞാൻ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ 4ൽ നിന്നാണ് essay വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഈ മൊഡ്യൂളാണ് കേട്ടോ. വാരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസിങ് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതിൽ
പ്രൈസിങ് ഓഫ് ഓപ്ഷൻ അതിൽ ഇൻട്രൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ 2 വെയിറ്റേജിൻ്റെ മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. ദെൻ ഇൻട്രൻസിക് വാല്യൂ അതുപോലെ തന്നെ ടൈം വാല്യൂ ഇതിൻ്റെ ഡിഫറൻസും പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ SCക്ക് വന്നിട്ടുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്താണ് ഓപ്ഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് SCക്ക് ചോദിച്ചിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ദെൻ അതിനുശേഷം അതിലൊരുപാട് പ്രോബ്ലംസിൻ്റെ കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണാൻ സാധിക്കും. ബട്ട് ഇതുവരെയായിട്ട് പേപ്പറിൽ വന്നിട്ടില്ല. ഇനി ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ എന്താണ് എന്നുള്ളത് നമ്മുടെ അടുത്ത് 2 വെയിറ്റേജിൻ്റെയിലും അതുപോലെ തന്നെ പാർട്ട് 3യിലും നമുക്ക് പാർട്ട് 3 അല്ല പാർട്ട് ബിയിൽ 3 വെയിറ്റേജിൻ്റെയിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബൈനോമിയൽ ഓപ്ഷൻ മോഡലിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് ആണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അതല്ലാണ്ട് അതിൻ്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ദെൻ അതിന് ശേഷം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് റിപ്പീറ്റായിട്ട് 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിട്ടുള്ളത്. SAക്ക് നമുക്ക് ബ്ലാക്ക് ഷോൾ ഓപ്ഷനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് ബ്ലാക്ക് ഷോൾ മോഡൽസ് ഫോർ വാല്യുവേഷൻ ഓഫ് യൂറോപ്യൻ കോൾ ഓപ്ഷൻ, ഹൗ ഈസ് ദിസ് ഡിഫറെൻറ്റ് ഫ്രം വാല്യുവേഷൻ ഓഫ് പുട്ട് ഓപ്ഷൻ. അപ്പോൾ ദെൻ ബ്ലാക്ക് ആൻഡ് ഷോൾ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെയിലും വരാം. ദെൻ അതിൻ്റെ അസംഷൻസ് നോക്കി വയ്ക്കുക. ദെൻ അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ചോദ്യം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തിയറിയാണ്. ഓക്കെ, ആ ഒരു അപ്രോച്ച് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ 40% നമുക്കിതിൽ പ്രോബ്ലംസ് ഉള്ളതാണ് ശരിക്കും സിലബസ് നോക്കുമ്പോൾ തന്നെ. ബട്ട് ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. മിക്ക പേപ്പറുകളും ഈ പറഞ്ഞ തിയറി ചോദ്യങ്ങൾ മാത്രമാണ് അവർ എടുത്ത് ചോദിക്കുന്നത്. പ്രോബ്ലംസിൻ്റെ ഏരിയ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രൈസിങ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചോദ്യം, വാരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസിങ് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ്, പിന്നെ ഇൻട്രൻസിക് വാല്യൂ വേഴ്സസ് എന്താണ് ടൈം വാല്യൂ എന്ന് പറയുന്നത് സെപ്പറേറ്റ് 2 വെയിറ്റേജും അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യവും വന്നിട്ടുണ്ട്. അത് നിർബന്ധമായി നോക്കി വയ്ക്കുക. ബൈനോമിയൽ അത് നമുക്ക് 2 വെയിറ്റേജിലും 3 വെയിറ്റേജിലും പ്രതീക്ഷിക്കാം. പിന്നെ ബ്ലാക്ക് ഷോൾ അതാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ബ്ലാക്ക് ഷോൾ മോഡലിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ വാല്യുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം SAക്ക് വന്നിട്ടുണ്ട്. 3 വെയിറ്റേജിലും വേണമെങ്കിൽ മാറി പ്രതീക്ഷിക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 4. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും സിലബസ് നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഏരിയാസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊഡ്യൂൾ നമ്പർ 1 ഞാൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിലൊന്നും സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞത്. അതൊക്കെ മാറി മാറി വരുന്നതാണ്. ബട്ട് ഇതിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഏരിയാസ് കുറവാണ് ഒരുപാടുണ്ടെങ്കിലും. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്വാപ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് സ്വാപ്സിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ നല്ല രീതിയിൽ വരാറുള്ളതാണ് മൊഡ്യൂൾ നമ്പർ 5 കേട്ടോ. SAക്ക് പ്രതീക്ഷിക്കാം 2 വെയിറ്റേജ്, അതുപോലെ തന്നെ 3 വെയിറ്റേജ് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. സ്വാപ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. ദെൻ സ്വാപ്ഷൻ ഉണ്ട്, അത് പഠിച്ചു വയ്ക്കുക. ദെൻ എക്സാമിന് നമുക്ക് മിക്ക പേപ്പറിലും ചോദിച്ചിട്ടുള്ള സ്വാപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ മെറിറ്റ്സ്, ഈ പറഞ്ഞ സ്വാപ്പ് കോൺട്രാക്റ്റ് എന്താണ്, 2 വെയിറ്റേജ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എല്ലാ പേപ്പറിലും സ്വാപ്പിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, കറൻസി സ്വാപ്പ്, ചില സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ് ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്വാപ്പ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ് പഠിച്ചിരിക്കണം. അതിൻ്റെ ഇക്കണോമിക് ഫങ്ഷൻസ് ഉണ്ട്, അതും നോക്കി വയ്ക്കുക. റിപ്പീറ്റാണ്. ഈ പറഞ്ഞ ബേസിക് ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മിക്ക പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വാപ്പിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ. പിന്നെ SA കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഡിഫൈൻ സ്വാപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ്. അപ്പോൾ നിങ്ങൾ ഏത് പേപ്പറുകളിലോട്ട് പോവുകയാണെങ്കിലും അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ടൈപ്സ്, ഈ ചോദ്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, സ്വാപ്പിനെ പറ്റിയുള്ള. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് 2 വെയിറ്റേജിൻ്റെയിലും 3 അതുപോലെ തന്നെ SAക്കൊക്കെ വരുന്നത്. എസ്പെഷ്യലി ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിബോർ എന്താണ്, 2 വെയിറ്റേജ് ചോദ്യം നിർബന്ധമായി നോക്കി വയ്ക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു, സ്വാപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പിലുള്ളതാണ്. ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ് 2 വെയിറ്റേജിൻ്റെയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ
പിന്നെ സ്വാപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 VT നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രൈസിങ് ആൻഡ് വാല്യുവേഷൻ ഓഫ് സ്വാപ്സ് ഉണ്ട്, നോക്കി വയ്ക്കുക. എല്ലാ പേപ്പറിലും പ്രൈസിങ് ഏതെങ്കിലും ഒന്നിൻ്റെ വരുന്നുണ്ട്. ഓപ്ഷൻ്റെ പ്രൈസിങ് ആവാം, അതല്ലെങ്കിൽ സ്വാപ്സിൻ്റെ ആവാം, ഫ്യൂച്ചറിൻ്റെ ആവാം, ഏതെങ്കിലും ഒന്നിൻ്റെ പ്രൈസിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഓഫ് സ്വാപ്പ് ട്രാൻസാക്ഷൻ കണ്ടിട്ടില്ല, ബട്ട് നോക്കി വയ്ക്കാം. ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ബേസിക്സ് ആണ്, സ്വാപ്പ് ടൈപ്സ്, അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ്, അതിലോട്ട് കൂടുതൽ ഫോക്കസ് പോകാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 5. അപ്പോൾ ഇത്ര പറഞ്ഞ ഏരിയാസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഇനി മൊഡ്യൂൾ നമ്പർ 6 എന്ന് പറയുന്നത് കോമൺ ആണ്, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഡെറിവേറ്റീവ്സ് ആൻഡ് ടാക്സ് ഓൺ ഡെറിവേറ്റീവ്സ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് വളരെ കുറവാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോകുമ്പോൾ ഇതിൽ നിന്ന് ഒറ്റ ചോദ്യം പോലും ഇതുവരെ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് റീസെൻറ്റ് ട്രെൻഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോമൺ ചോദ്യം അവർക്ക് ഇടാൻ തോന്നി, ഒന്ന് മാറ്റിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ വരാം. ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ ഇവോൾവ് അതല്ലാണ്ടൊന്നും വന്നിട്ടില്ല ഇതിൽ നിന്ന്, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇതുവരെയായിട്ടൊരു ചോദ്യം ഇട്ടിട്ടില്ല. വേണമെങ്കിൽ റീസെൻറ്റ് ട്രെൻഡ്സ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ ഇടാം എന്ന് മാത്രം. അതല്ലാണ്ട് ഇതിൽ നിന്നൊരു ചോദ്യം ഇതുവരെയായിട്ട് അവർ ഇട്ടിട്ടില്ല കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ പറയാനുള്ളത് മൊത്തം 6 ചാപ്റ്റേഴ്സായിട്ട് 5 മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും പാരറ്റോ അനാലിസിസിനെ പറ്റിയിട്ട് പറയാറുണ്ട്. 20% ഏരിയയിൽ നിന്നാണ് 80% മാർക്ക് വരാന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ഉള്ള ഒരു സബ്ജക്റ്റാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ നമ്പർ 1 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, പിന്നെ മൊഡ്യൂൾ നമ്പർ 5, മൊഡ്യൂൾ നമ്പർ 2, ഈ 3 മൊഡ്യൂളിൽ തന്നെ ആണ് ഒരു 75% എബവ് മാർക്സ് വരുന്നത്. പിന്നെ മൊഡ്യൂൾ നമ്പർ 3, 4 ഈ ഏരിയാസിൽ നിന്നൊക്കെ മറ്റ് ചോദ്യങ്ങൾ, 6ൽ നിന്ന് ഇതുവരെയായിട്ട് അങ്ങനെ ചോദ്യങ്ങളെ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കച്ചിത്തുരുമ്പെന്ന് മൊഡ്യൂൾ നമ്പർ 1 പറയാൻ കാരണം ഞാൻ പറഞ്ഞു അത് പഠിച്ചാൽ തന്നെ പാസ്സായി. ഏകദേശം 2 essay വരെ അതിൽ നിന്ന് തന്നെ വരുന്നു. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ മൊഡ്യൂൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത്. പ്രോബ്ലംസ് 40% ഉള്ളതാണ്, ഇതുവരെയായിട്ട് ഒരെണ്ണം പോലും അവരിട്ട് കണ്ടിട്ടില്ല. ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷൻ എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ നിന്നൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. ബിക്കോസ് മേ ബി ഇതൊരു വലിയൊരു ടഫസ്റ്റ് പേപ്പർ ആയതുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് അത്രത്തോളം ടഫസ്റ്റ് ആ ഒരു ടൈമുകളിലോട്ടൊക്കെ പോവാണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോയി എക്സാം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇതെന്തൊക്കെയാണ് സ്വാപ്പിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് പറയാൻ അറിയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവ്. എന്താണ് ഡെറിവേറ്റീവ് എന്ന് തന്നെ പറയുന്നില്ല കുട്ടികൾ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു രീതി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ മറ്റ് സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു സബ്ജക്റ്റിൻ്റെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും മറ്റ് വീഡിയോസും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.